അപ്പോൾ അഡോബ് XD നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് adobe.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഡോബിൻ്റെ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് കണ്ടിന്യൂ ടു ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം അവിടെ മേളിൽ കാണുന്ന ഒരു ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഓൾ പ്രോഡക്റ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡോബിൻ്റെ പല പല പ്രോഡക്റ്റ്സ് കാണാവുന്നതായിരിക്കും. അതിൽ നിന്നും സ്ക്രോൾ ഡൗൺ ചെയ്ത് XD സെലക്ട് ചെയ്യുക. XD സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നീല കളർ ബട്ടണിൽ എക്സ്പ്ലോർ പ്ലാൻസ് എഴുതിയിരിക്കുന്ന കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് XDയുടെ പല പല പ്ലാൻസ് കാണാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ടർ ഫോർ ഫ്രീ ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് XD പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടർ പ്ലാൻ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ പല പല പ്ലാൻസിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ പോയാൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ സ്റ്റാർട്ടർ പ്ലാനിന് താഴെയുള്ള ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ ഒരു പേജിൽ നിന്നും ഒരു സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ആയതിനു ശേഷം ആ ഒരു ഫയൽ ഡൗൺലോഡ് ഫോൾഡറിൽ നിന്നും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. അപ്പോഴേക്കും നിങ്ങൾക്കൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. XDയുടെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ് ഈ ലോഡായി വരുന്നത്. അപ്പോൾ അത് ലോഡായതിന് ശേഷം അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാവുന്ന ആ ഒരു കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോഴേക്കും ഈ ഒരു ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും XD നിങ്ങളുടെ ലാപ്പിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അത് തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ ലോഞ്ചായി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അഡോബ് XD തന്നെ ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇതാണ് XDയുടെ ഇൻ്റർഫേസ്. അപ്പോൾ ഇങ്ങനെയാണ് അഡോബ് XD നമ്മൾ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.